ബ്രൂവറിയിൽ ഒയാസിസിനെതിരെ കൂടുതൽ ആരോപണവുമായി വി ഡി സതീശൻ. ഒയാസിസിനായി ദില്ലി മദ്യനയ അഴിമതി കേസിലെ പ്രതിയായ BRS നേതാവ് കേരളത്തിലെത്തി. കെ കവിത കേരളത്തിൽ എവിടെയാണ് താമസിച്ചതെന്ന് പരിശോധിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പുറത്തുവിട്ട ക്യാബിനറ്റ് നോട്ട് രഹസ്യരേഖയാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കേസിൽ CBI അന്വേഷണം വേണമെന്ന് VK ശ്രീകണ്ഠൻ MP-യും പ്രതികരിച്ചു. ഞാനൊരിക്കലും അത് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട്. എന്താരോപണം? ഒരു വകുപ്പുകളുമായും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെടുത്തത്. എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുത്തത്. അദ്ദേഹം പറഞ്ഞു 2023 മദ്യനയം മാറി. മദ്യനയം മാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി ഇവിടെ വന്നത്. മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതെന്നാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് തെറ്റാണ്. കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് തെറ്റായ കണക്കാണ്. പിന്നെ അവിടെ വെള്ളം സുലഭമാണ് എന്ന് പറഞ്ഞത് തെറ്റാണ്. വെള്ളം ഇല്ലല്ലോ അവിടെ. സർക്കാരിൻ്റെ മദ്യനയം മാറ്റുന്നതിൽ ഒയാസിസ് കമ്പനി മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് രേഖകൾ പറയുന്നത്. 30 വർഷത്തിന് മുമ്പേ പഴക്കമുള്ള കേരളത്തിലെ മദ്യനയം മാറ്റാൻ പ്രേരിതമായത് ഒയാസിസ് കമ്പനിയാണെന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നേരത്തെയുള്ള മദ്യനയം മാറ്റുകയാണ്. ആരോടും കൂടിയാലോചിക്കാതെ, ചർച്ച ചെയ്യാതെ, സുതാര്യമല്ലാതെ ആ മദ്യനയം മാറ്റിയതിൻ്റെ പിന്നിൽ ഒയാസിസ് കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 21 ഏക്കറയിൽ 6 ഏക്കറ നിലമാണ്. അതിൻ്റെ തരം ഇതുവരെ മാറ്റിയിട്ടില്ല. ഒരു കാരണവശാലും അത് മാറ്റാൻ കഴിയില്ലെന്ന് റവന്യൂ വകുപ്പ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കമ്പനിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. സാനിയോ മനോമി നൽകും കൂടുതൽ വിവരങ്ങൾ. സാനിയോ മനോമി, ഒയാസിസിനെതിരെ ദില്ലി മദ്യനയ അഴിമതിയുമായൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരികയാണ് വി ഡി സതീശൻ. ആരോപണം കടുപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായി. എക്സൈസ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണോ പ്രതിപക്ഷ നേതാവ്? അതായത് പുതിയ ആരോപണമാണ് സുജയ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉയർത്തുന്നത്. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെടുത്തുകയാണ് ഈ വിഷയത്തെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് കവിത, ഡൽഹി മദ്യനയ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള കവിത കേരളത്തിൽ വന്ന് താമസിക്കുന്നത് ഈ ഒരു എലപ്പുള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. അവർക്ക് ഈ കമ്പനിയുമായി ബന്ധമുണ്ടെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കൂടാതെ ഇന്നലെ MP രാജേഷ് പറഞ്ഞിരുന്നു രഹസ്യരേഖയാണെന്ന തരത്തിൽ അവതരിപ്പിച്ചുവെന്ന്. എന്നാൽ താൻ രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല, വകുപ്പുകളുമായി ചർച്ച ചെയ്തില്ല എന്നാണ് തന്റെ ഒരു ആരോപണം. അത് തെളിയിക്കാനാണ് ഞാൻ നോട്ട് ഹാജരാക്കിയതെന്നാണ് പറയുന്നത്. മദ്യനയം മാറുമെന്ന് ഒയാസിസ് കമ്പനി ആദ്യം തന്നെ അറിയുന്ന സാഹചര്യമുണ്ടായി. അതെങ്ങനെയാണ് അറിഞ്ഞത് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മദ്യനയം വരുന്നതിന് മുൻപ് തന്നെ ഒയാസിസ് കമ്പനി അവിടെ സ്ഥലം വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം. ഓക്കെ, സാനിയോ ചുമച്ചോളൂ. സാനിയോ, ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദില്ലി മദ്യനയ കേസിലെ പ്രതി എന്തിനാണ് കേരളത്തിലെത്തിയത്? ഒയാസിസിന്റെ വിഷയത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല താൻ. ക്യാബിനറ്റ് നോട്ട് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.